Hello friends, welcome to my English classroom. In this class, we are going to discuss about the essay Modern Fiction written by Virginia Woolf. പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റും സാഹിത്യ വിമർശകയുമായ വിർജീനിയ വൂൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ എന്ന എസ്സേയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഥയെഴുത്തുകാർ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട രീതികളെക്കുറിച്ചും മര്യാദകളെക്കുറിച്ചും വിവരിക്കുകയാണ് മോഡേൺ ഫിക്ഷൻ എന്ന ഈ എസ്സേയിലൂടെ വിർജീനിയ വൂൾഫ് ചെയ്യുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ സമ്മറിയിലേക്ക് പോവാം. വിർജീനിയ വൂൾഫ് 1882 to 1941, an English novelist and critic who made an original contribution to English novel. ഇംഗ്ലീഷ് നോവൽ ശാഖയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ഇംഗ്ലീഷ് എഴുത്തുകാരിയും നോവലിസ്റ്റും സാഹിത്യ വിമർശകയുമാണ് വിർജീനിയ വൂൾഫ്. മോഡേൺ ഫിക്ഷൻ ഈസ് എൻ എസ്സേ ബൈ വിർജീനിയ വൂൾഫ്. ഈ വിർജീനിയ വൂൾഫിൻ്റെ പ്രശസ്തമായ ഒരു എസ്സേയാണ് മോഡേൺ ഫിക്ഷൻ. ദിസ് എസ്സേ വാസ് റിട്ടൺ ഇൻ 1919 but published in 1921 with a series of short stories called Monday or Tuesday. 1919 ഈ എസ്സേ എഴുതുന്നതെങ്കിലും 1921 ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത്. മൺഡേ ഓർ ട്യൂസ്ഡേ എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിൻ്റെ കൂടെയാണ് ഈ എസ്സേയും പ്രസിദ്ധപ്പെടുത്തിയത്. ദ എസ്സേ ഈസ് ദ ക്രിറ്റിസിസം ഓഫ് റൈറ്റേഴ്സ് ആൻഡ് ദ ലിറ്ററേച്ചർ ഫ്രം ദ പ്രീവിയസ് ജനറേഷൻ. കഴിഞ്ഞ തലമുറയിലെ ചില എഴുത്തുകാരെക്കുറിച്ചും അവരുടെ ചില രീതികളെക്കുറിച്ചും വിമർശനാത്മകമായി എഴുതുകയാണ് ഈ എസ്സേയിലൂടെ ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ആക്ട്സ് ആസ് എ ഗൈഡ് ഫോർ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഫിക്ഷൻ ടു റൈറ്റ് വാട്ട് ദേ ഫീൽ, not what society or publisher want them to write. കഴിഞ്ഞ ആളുകൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെയോ അല്ലെങ്കിൽ തെറ്റുകളെയോ അതിനെക്കുറിച്ച് വിവരിക്കുക മാത്രമല്ല, ഇറ്റ് ആൾസോ ആക്ട്സ് ആസ് എ ഗൈഡ്. തീർച്ചയായിട്ടും ഒരു വഴികാട്ടിയായി ഈ എസ്സേ പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കാണ്? ഫോർ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഫിക്ഷൻ. പുതിയ കാലത്ത്, ആധുനിക കാലത്ത് കഥകളും നോവലുകളും ചെറുകഥകളും എല്ലാം എഴുതുന്ന എല്ലാവർക്കുമുള്ള ഒരു വഴികാട്ടി കൂടിയാണ് ഈ എസ്സേ. എന്തിന്? ടു റൈറ്റ് വാട്ട് ദേ ഫീൽ. എന്താണോ മനസ്സിൽ തോന്നുന്നത് അതെഴുതാനുള്ള. നോട്ട് വാട്ട് സൊസൈറ്റി ഓർ പബ്ലിഷർ വാണ്ട് ദം ടു റൈറ്റ്. സമൂഹം നിങ്ങളോട് ആവശ്യപ്പെടുന്നതല്ല. അതുപോലെ പ്രസാധകർ, പബ്ലിഷർ എന്താണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അതുമല്ല. പകരം നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതാനുള്ള ഒരു പ്രചോദനമായി മാറിയ എസ്സേയാണ് മോഡേൺ ഫിക്ഷൻ. Virginia Woolf's modern fiction details how modern fictional writers and authors should write what inspires them and not to follow any special method. അതിൻ്റെ കൂടെ തന്നെ വിർജീനിയ വൂൾഫ് ഈ എസ്സേയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഹൗ മോഡേൺ ഫിക്ഷണൽ റൈറ്റേഴ്സ് ആൻഡ് ഓതേഴ്സ്, ആധുനിക കാലത്തെ കഥാ എഴുത്തുകാർ ശ്രദ്ധിക്കേണ്ട, ഷുഡ് റൈറ്റ്, എങ്ങനെയാണ് എഴുതേണ്ടത്, വാട്ട് ഇൻസ്പയർസ് ദം, അവർക്ക് എന്താണോ പ്രചോദനം നൽകുന്നത്, അവർക്ക് അത്രത്തോളം എഴുതണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. നോട്ട് ടു ഫോളോ എനി സ്പെഷ്യൽ മെത്തേഡ്. പക്ഷേ എന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കഥയായിട്ട് പറയുമ്പോൾ ഒരു പ്രത്യേക രീതി, അതായത് ഇതിന് മുമ്പുള്ള ആളുകൾ സ്വീകരിച്ച മെത്തേഡ് ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ എന്ന രീതി വേണ്ട. നിങ്ങൾക്കത് എങ്ങനെ പറയണോ അങ്ങനെ പറയാം. സ്പെഷ്യലായിട്ട് എന്തില്ല, ഒരു മെത്തേഡും ഇല്ല. She believed that writers are constrained by the publishing business. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കൃത്യമായി എസ്സേയിൽ പറയുന്നുണ്ട്, ഷീ ബിലീവ്ഡ്, അവർ വിശ്വസിക്കുന്നുണ്ട്, ദാറ്റ് റൈറ്റേഴ്സ് ആർ കൺസ്ട്രെയിൻഡ്, ഇപ്പോഴത്തെ എഴുത്തുകാരെ നിയന്ത്രിക്കുന്നുണ്ട്. ആരാണ്? ബൈ ദ പബ്ലിഷിംഗ് ബിസിനസ്, ഇവിടുത്തെ പ്രസാധക ബിസിനസ് സമൂഹം. പുസ്തകം ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കുന്നത്, കഥകൾ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രസാധകരാണ്. ഏതാണോ വിറ്റുപോവുക എന്ന് കൃത്യമായി മനസ്സിലാക്കി മാർക്കറ്റിനെക്കുറിച്ച് അറിഞ്ഞ് പ്രസാധകർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കഥ എഴുതുന്നവരായി പലരും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രസാധകർ നിയന്ത്രിക്കുന്ന ഒരു ഏരിയയായി എഴുത്തുപോലും മാറുന്നുണ്ട്. ബൈ വാട്ട് സൊസൈറ്റി ബിലീവ്സ് ലിറ്ററേച്ചർ ഷുഡ് ലുക്ക് ലൈക്ക് ആൻഡ് വാട്ട് സൊസൈറ്റി ഹാസ് ഡിക്റ്റേറ്റഡ് ഹൗ ലിറ്ററേച്ചർ ഷുഡ് ബി. അതായത് ഇവിടെ ബിസിനസ് പറയുന്നത്, ബിസിനസ്സുകാരെന്താ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. വാട്ട് സൊസൈറ്റി ബിലീവ്സ് ലിറ്ററേച്ചർ ഷുഡ് ലുക്ക് ലൈക്ക്.
സാഹിത്യം ഇങ്ങനെയായിരിക്കണം അങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന സമൂഹത്തിന് കുറേ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ, ഇങ്ങനെയാണ് ആളുകൾ എഴുതിയിരുന്നതെന്നൊക്കെ. പക്ഷേ അതും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. വാട്ട് സൊസൈറ്റി ഹാസ് ഡിക്റ്റേറ്റഡ്, സൊസൈറ്റി ആജ്ഞാപിക്കുന്ന പോലെ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന പോലെയും നിങ്ങൾ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പലപ്പോഴും പല സാഹിത്യ രൂപങ്ങളിലും ഈവൻ സിനിമയിലൊക്കെ പറയുന്നതാണ്, ആളുകൾക്ക് ഇങ്ങനത്തെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തത് കൊടുക്കുന്നത്. എന്നാൽ അതിനെ എതിർക്കുകയാണ് ഇവിടെ വിർജീനിയ വൂൾഫ് ചെയ്യുന്നത്. ആളുകൾക്ക് വേണ്ടതല്ല, നിങ്ങൾക്ക് എന്താണോ പ്യുവറായിട്ട് പവിത്രമായിട്ട് പറയാനുള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ പറയാൻ കഴിയണം. Woolf believed it is a writer's job to write the complexities in life, the unknown, not the important things. ഇനി പിന്നീട് അങ്ങോട്ട് വൂൾഫ് പറയുന്നത്, വൂൾഫ് ബിലീവ്ഡ്, വൂൾഫ് വിശ്വസിക്കുന്നത്, ഇറ്റ് ഈസ് എ റൈറ്റേഴ്സ് ജോബ്, ഒരു എഴുത്തുകാരൻ്റെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്, ടു റൈറ്റ് ദ കോംപ്ലക്സിറ്റീസ് ഇൻ ലൈഫ്, ജീവിതങ്ങളിലെ സങ്കീർണതകൾ വരച്ച് കാണിക്കുക എന്നുള്ളത്. ദ അൺനോൺ, ആരാലും അറിയപ്പെടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത, ആരാലും പറഞ്ഞിട്ടില്ലാത്ത സങ്കീർണമായ ജീവിതത്തെ അവതരിപ്പിക്കുക. നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതാണ് അറിയേണ്ടത് എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ എപ്പോഴും കാണുന്ന പ്രധാനപ്പെട്ട കുറേ ഉണ്ടാവും, കുറേ ആളുകളുണ്ടാവും, കുറേ ജീവിതങ്ങളുണ്ടാവും. എന്നാൽ അതല്ല, ആരാലും അറിയപ്പെടാത്ത സങ്കീർണമായ ജീവിതങ്ങൾ അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ കഥകൾ, അവരുടെ കാര്യങ്ങളാണ് അവതരിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് വൂൾഫ് ഇവിടെ പറയുന്നത്. Modern fiction is one of the most effective seminar essays in criticism, which makes a clear break of modern fiction from the Victorian novel. ഇനി അതുപോലെ ഈ മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഈ എസ്സേയിൽ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യം മുൻപത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തരാവുക എന്നുള്ളതാണ്. മുൻപത്തെ കാലം എന്ന് പറയുന്നത് വിക്ടോറിയൻ നോവൽ കാലഘട്ടമാണ്. അതിൽ നിന്ന് കൃത്യമായി വ്യതിചലിച്ച് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. Mrs. Woolf first traces the progress of the novel from its beginning in the 18th century, but she traces it on basis of philosophy of evaluation in general. നോവല് കൃത്യമായി എന്ന് മുതൽ തുടങ്ങി അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമായ 18ാം നൂറ്റാണ്ടിനെ കുറിച്ചൊക്കെ ഈ എസ്സേയിൽ ആദ്യം വൂൾഫ് വിവരിക്കുന്നുണ്ട്. But she traces its basis of origin, basis of the philosophy of evaluation in general. ആദ്യകാലത്തിൻ്റെ നോവലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 18ാം നൂറ്റാണ്ടിലാണ് നോവൽ എന്ന് പറയുന്ന പുതിയ ശാഖ ആരംഭിക്കുന്നത്. അതിൻ്റെ ആരംഭത്തിന് ശേഷം അതിൻ്റെ ഒരു വിലയിരുത്തലായിട്ടുള്ള ആദ്യ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നോവലുകൾ വളർന്ന് വലുതായി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ എസ്സേയിൽ. അക്കോർഡിംഗ് ടു ഹെർ, ദ ഏർലിയർ നോവലിസ്റ്റ് റിയലി ഡിഡ് വാട്ട് ദേ ആക്ച്വലി കുഡ് വിത്തിൻ ദെയർ ലിമിറ്റഡ് മീൻസ്. ആദ്യകാലത്തെ നോവലിസ്റ്റുകളെ ഒന്നും വലിയ രീതിയിൽ ഇവർ വിമർശിക്കുന്നില്ല. അതിന് കാര്യമായിട്ട് പറയുന്നത്, അക്കോർഡിംഗ് ടു ഹെർ, അവരുടെ അഭിപ്രായത്തിൽ, വിർജീനിയ വൂൾഫിൻ്റെ അഭിപ്രായത്തിൽ, ദ ഏർലിയർ നോവലിസ്റ്റ്, ആദ്യകാലത്തെ നോവലിസ്റ്റുകൾ റിയലി ഡിഡ് വാട്ട് ദേ ആക്ച്വലി കുഡ് വിത്തിൻ, അതായത് അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധിയാണ് അവർ ചെയ്തത്. വിത്തിൻ ദെയർ ലിമിറ്റഡ് മീൻസ്, അവർക്ക് പരിധികളുണ്ടായിരുന്നു. ആ പരിമിതികളിൽ നിന്നിട്ടാണ് അവർ എഴുതിയത്. കാരണം നോവൽ എന്ന് പറയുന്ന ഒരു ശാഖ വലുതായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. ആളുകൾ വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ ആ പരിമിതിയിൽ വന്നപ്പോൾ പലർക്കും അവരുടെ എല്ലാ കഴിവും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വിത്ത് ദെയർ സിമ്പിൾ ടൂൾസ് ആൻഡ് പ്രിമിറ്റീവ് മെറ്റീരിയൽസ്, അവർക്കുള്ള ചെറിയ ടൂളുകൾ ഉപയോഗിച്ച്, പ്രിമിറ്റീവ് ആയിട്ടുള്ള വളരെ പ്രാചീനമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട്, ഇറ്റ് മൈറ്റ് ബി സെഡ് ഫീൽഡിംഗ് ഡിഡ് വെൽ ആൻഡ് ജെയിൻ ഓസ്റ്റീൻ ഈവൻ ബെറ്റർ. അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് വിർജീനിയ വൂൾഫ് എസ്സേയിൽ പറയുന്നത്. ഫീൽഡിംഗ് ഡിഡ് വെൽ, ഹെൻറി ഫീൽഡിങ്ങിനെയാണ് ഇവിടെ പറയുന്നത്. ഹെൻറി ഫീൽഡിംഗ് അത്യാവശ്യം നന്നായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ജെയിൻ ഓസ്റ്റീൻ ഈവൻ ബെറ്റർ, അതിനേക്കാൾ നന്നായി ബെറ്റർ ആയിട്ടുണ്ട് ജെയിൻ ഓസ്റ്റീൻ വന്നപ്പോൾ. അത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നോവലും നന്നായി വന്നിട്ടുണ്ട്. ആദ്യകാലത്തെ ആളുകൾ മോശമെന്നല്ല, അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അവരുടെ പരിമിതികൾ വെച്ച് അവർ നന്നായി എഴുതിയിട്ടുണ്ട്. പക്ഷേ കാലം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവണം, വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അത് നല്ലതോ ചീത്തയോ എന്നിവർ പറയുന്നില്ല. മാറ്റങ്ങൾ വേണം, ഇമ്പ്രൂവ്മെൻറ്റ് വേണം. അത് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് നല്ലതായോ അല്ലയോ എന്നുള്ളത് കാലം തീരുമാനിക്കട്ടെ എന്നാണ് വിർജീനിയ വൂൾഫ് ഈ എസ്സേയിൽ പറയുന്നത്. ഷീ ക്രിട്ടിസൈസസ് M.G. Wells, എർണോൾഡ് ബെന്നറ്റ്, ജോൺ ഗ്ലാസ്വർത്തി ഓഫ് റൈറ്റിംഗ് അബൌട്ട് അൺഇമ്പോർട്ടൻറ്റ് തിങ്സ് ആൻഡ് കാൾ ദം മെറ്റീരിയലിസ്റ്റ്.
ഇനി ചില എഴുത്തുകാരെ വിർജീനിയ വൂൾഫ് തൻ്റെ എസ്സേയിലൂടെ വിമർശിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? M.G. വെൽസ്, എർണോൾഡ് ബെന്നറ്റ്, ജോൺ ഗ്ലാസ്വർത്തി. എന്തിനാണ്? റൈറ്റിംഗ് അബൌട്ട് അൺഇമ്പോർട്ടൻറ്റ് തിങ്സ്, പ്രാധാന്യമർഹിക്കാത്ത കുറേ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എഴുതുന്ന ഇവരുടെ രീതിയെയാണ് വിമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ മെറ്റീരിയലിസ്റ്റുകൾ, ഭൗതികവാദികൾ, അതായത് ഭൂമിയിലെ അല്ലെങ്കിൽ കൃത്യമായ മെറ്റീരിയലുകളെ കൃത്യമായി വിവരിക്കുക മാത്രം ചെയ്തവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവരെ വിമർശിക്കുന്നത്. അക്കോർഡിംഗ് ടു ഹർ ദേ പുട്ട് ലൈഫ് ഇൻ ടു ദെയർ നോവൽസ്. ഇനി അവരെക്കുറിച്ച് പറയുമ്പോൾ ഈ 3 പേരെക്കുറിച്ച് വൂൾഫ് എന്താണ് പറയുന്നത്? അവരുടെ അഭിപ്രായത്തിൽ, വൂൾഫിൻ്റെ അഭിപ്രായത്തിൽ, ദേ പുട്ട് ലൈഫ് ഇൻ ടു ദെയർ നോവൽസ്, തീർച്ചയായിട്ടും അവരവരുടെ നോവലുകൾക്ക് ജീവൻ നൽകിയവർ തന്നെയാണ്. ദേ ആർ മെയിൻലി കൺസേൺഡ് വിത്ത് ദ ബോഡി. പക്ഷേ ഈ എഴുത്തുകാരെല്ലാം അതിൻ്റെ ശരീരത്തിന് മാത്രമാണ് പ്രാധാന്യം നൽകിയത്, നോട്ട് ദ സോൾ ഓഫ് ദ നോവൽ. പക്ഷേ ആ നോവലിൻ്റെ മനസ്സിനൊരു പ്രാധാന്യവും നൽകിയില്ല, അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നില്ല. എങ്ങനെയാണ്? ദിസ് ഈസ് പെർട്ടിക്കുലർലി ബിക്കോസ്, അതിന് കാരണവും കൃത്യമായി വിവരിക്കുന്നുണ്ട് ഈ എസ്സേയിൽ തന്നെ, അങ്ങനെ പറയാനുണ്ടായ കാരണം. ദിസ് ഈസ് പെർട്ടിക്കുലർലി ബിക്കോസ് ദേ ആർ ആൾ മെറ്റീരിയലിസ്റ്റ് ആൻഡ് ആർ കൺസേൺഡ് വിത്ത് ഫിക്സിറ്റീസ് നോട്ട് വിത്ത് മൂവ്മെൻറ്റ്സ്. കാരണം ഈ എഴുത്തുകാരെല്ലാം 3 പേരെ പറഞ്ഞല്ലോ, അവർ 3 പേരും എല്ലാവരും എന്താണ്? മെറ്റീരിയലിസ്റ്റുകളുടെ സ്വഭാവമാണ് എടുത്തത്, ഭൗതികവാദികളായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആർ കൺസേൺഡ് വിത്ത് ഫിക്സിറ്റീസ്, നമ്മുടെ ജീവിതത്തിലെ ഫിക്സിറ്റികൾ, ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ പറഞ്ഞത്. നോട്ട് വിത്ത് മൂവ്മെൻറ്റ്സ്, ചലിക്കുന്ന ഒന്നിനെക്കുറിച്ചും പറഞ്ഞില്ല. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുറമേക്കുള്ള എല്ലാ മോടിയെയും ഭംഗിയെയും വസ്ത്രത്തെയും ശരീരത്തെയും ഒക്കെയാണ് ഇവർ വിവരിച്ചത്, ഉള്ളിലെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എന്നർത്ഥം. കഥാപാത്രങ്ങളുടെ പുറമേക്കുള്ള ഭംഗിയൊക്കെ വിവരിച്ച് ഒരു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ ആ വീട്ടിൽ പുറമേക്ക് കാണുന്ന ഭംഗിയെക്കുറിച്ച് പറയുമ്പോഴും അവർ ഉള്ളിലേക്ക് ചെന്നില്ല. ആ വീടിൻ്റെ മനസ്സ്, ഒരാളുടെ ചിന്തകൾ, അതിലേക്കൊന്നും ഈ എഴുത്തുകാർ പോയില്ല. അതുകൊണ്ടാണ് വിമർശിക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് ശരീരം മാത്രമേ നോക്കിയുള്ളൂ, മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നില്ല എന്നുള്ളത്. ബട്ട് മിസ്റ്റർ ബെന്നറ്റ് ഈസ് പെർഹാപ്സ് ദ വേഴ്സ്റ്റ് കൾപ്രിറ്റ് ഓഫ് ദ 3. 3 പേരെ വിമർശിക്കുന്നുണ്ട്: M.G. വെൽസ്, എർണോൾഡ് ബെന്നറ്റ്, ജോൺ ഗ്ലാസ്വർത്തി. ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് മിസ്റ്റർ എർണോൾഡ് ബെന്നറ്റിനാണ്. ദ വേഴ്സ്റ്റ് കൾപ്രിറ്റ് ഓഫ് 3, 3 പേരിൽ ഏറ്റവും കുറ്റം ചെയ്തത് ഇദ്ദേഹം എന്ന രീതിയിലാണ് പറയുന്നത്. ഇൻ എ മച്ച് ആസ് ഹീ ഈസ് ബൈ ഫാർ ദ ബെസ്റ്റ് വർക്ക്മാൻ, ഏറ്റവും നന്നായി എഴുതാൻ കഴിയുന്ന ആളാണ്, നന്നായി പല കാര്യങ്ങൾ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരാളുടെയും ആത്മാവിലേക്ക് കയറി ചെല്ലാൻ ഈ എഴുത്തുകാരന് സാധിച്ചില്ല. ഹീ ക്യാൻ മേക്ക് എ ബുക്ക് സോ വെൽ കൺസ്ട്രക്റ്റഡ് ഇൻ ഇറ്റ്സ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഈവൻ ഫോർ ദ എക്സ്പെക്റ്റിംഗ് ക്രിറ്റിക്സ് ടു സീ ത്രൂ വിച്ച് തിങ്ക് ഓർ സ്ക്രീവ് DK ക്യാൻ ക്രീപ്പ് ഇൻ. അതായത് ഇവരെ വളരെ മോശമായി വിമർശിക്കല്ല വൂൾഫ് ചെയ്യുന്നത്, നല്ല രീതിയിൽ പുകഴ്ത്തിയിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് ഒരു ക്രിട്ടിക്കിന് വിമർശിക്കാൻ വേണ്ടി ഒരു ക്രിട്ടിക്ക് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള വിമർശനങ്ങൾക്കും സാധ്യമാകാത്ത രീതിയിൽ എഴുതാൻ കഴിയുന്ന ആളാണ് ഈ പറയുന്ന എല്ലാവരും, പ്രത്യേകിച്ച് ബെന്നറ്റ്. അദ്ദേഹത്തിന് നന്നായി എഴുതാൻ കഴിയും, പക്ഷെ എന്നിട്ട് പോലും ഈ പറയുന്ന ഒരു ചെറിയൊരു ന്യൂനത അദ്ദേഹത്തിന് ഒഴിവാക്കാൻ സാധിച്ചില്ല, അതായത് ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചില്ല എന്നർത്ഥം. ബീയിങ് എ കൈൻഡ് ഓഫ് പോസ്റ്റ് മോഡേണിസ്റ്റ്, മിസ്സസ് വൂൾഫ് വുഡ് ലൈക്ക് ദ റൈറ്റർ ടു ലീവ് ദ റൂം ഇൻ ഹിസ് റൂം. ഇനി വൂൾഫ് തൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് പറയാണ്. ബീയിങ് എ കൈൻഡ് ഓഫ് പോസ്റ്റ് മോഡേണിസ്റ്റ്, ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് എഴുത്തുകാരി എന്ന നിലയിൽ മിസ്സസ് വൂൾഫ് വുഡ് ലൈക്ക്, അവർക്കിഷ്ടം, റൈറ്റർ ടു ലീവ് ദ റൂം ഇൻ ഹിസ് റൂം, അല്ലേ, റൈറ്ററിനെ ആ റൂമിൽ തന്നെ ഒഴിവാക്കി വിടാൻ. വുഡ് ലൈക്ക് ദ റൈറ്റർ ടു ലീവ് ദ റൂം ഇൻ ഹിസ് റൂം, അല്ലേ, അതായത് അയാൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് അയാളുടെ റൂം തന്നെ നൽകുക, അതായത് സ്വന്തം ചിന്തകൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരിടത്ത് അയാളെ വിടുക, അല്ലെങ്കിൽ അയാൾക്ക് അതിന് പറ്റട്ടെ എന്നുള്ളതാണ്. അതായത് മറ്റുള്ള ആളുകൾ ചിന്തകൾ കയറി വരുന്ന രീതിയിൽ ആവരുത്. അക്കോർഡിംഗ് ടു ഹർ, there is nothing in a well constructed novel worth preserving for the prosperity. അതായത് അക്കോർഡിംഗ് ടു ഹർ, അവരുടെ അഭിപ്രായത്തിൽ there is nothing in a well constructed novel, ഒരു നന്നായി ഡെവലപ്പ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്ത ഒരു നോവലിൽ worth preserving for the prosperity, അതിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാനൊന്നുമില്ല. She suggests that it would be better for the literature to turn their backs on them so it can move forward for better or worse. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഒരു കൃതി
ആകൃതി കാലത്ത് പറയുമ്പോൾ അതിനിങ്ങനെ ഒരുപാട് പുകഴ്ത്തി ഇങ്ങനെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അതായത് ഓരോ കാലത്തിനനുസരിച്ചും മാറ്റങ്ങൾ വരട്ടെ. ഷീ സജസ്റ്റ് ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ, ഏറ്റവും നല്ലതെന്താണ്, ഫോർ ലിറ്ററേച്ചർ ടു ടേൺ ദെയർ ബാക്സ് ഓൺ ദം. അതായത് അതിനെ നോക്കി ഇങ്ങനെ ഇരുന്ന് അത് നന്നാവുന്നുണ്ടോ മോശമാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാണ് ഇങ്ങനെയാണ് ഇതിന് മുമ്പത്തെ ആളുകൾ വിക്ടോറിയൻ ഏജ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ലാസിക് എഴുത്തുകൾ ഇങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിറ്ററേച്ചർ അതിനെങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നു, അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുമ്പോഴാണ് വളരാൻ പറ്റാത്തത്. സോ ഇറ്റ് ക്യാൻ മൂവ് ഫോർവേഡ്. അതിന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഒഴിവാക്കുക. അതായത് നോവലിനെയും എഴുത്തിനെയൊക്കെയാണ് മൊത്തത്തിൽ പറയുന്നത്. അതായത് മറ്റുള്ള കാലങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുണ്ടോ എന്നൊക്കെ സൂക്ഷ്മമായി നോക്കി ഇതിനെങ്ങനെ പേടിപ്പിക്കേണ്ട, അതിനെ അതിൻ്റെ വഴിക്ക് വിടുക, എഴുത്തിനെ അതിൻ്റെ വഴിക്ക് വിടുക. അങ്ങനെയാണെങ്കിൽ മാത്രം സോ ഇറ്റ് ക്യാൻ മൂവ് ഫോർവേഡ്, മുമ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ, ചലിക്കാൻ കഴിയുള്ളൂ. ഫോർ ബെറ്റർ ഓർ വേഴ്സ്, ചിലപ്പോൾ നല്ല വഴിക്കാവാം, ചിലപ്പോൾ വേഴ്സ് മോശമാവാം. അതല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ എഴുത്തുകളെല്ലാം മോശമായി പോവാം. അത് കാലം അല്ലെ, ചരിത്രം തെളിയിക്കട്ടെ. വൈൽ വൂൾഫ് ക്രിട്ടിസൈസസ് ദീസ് 3 ഓതേഴ്സ്, ഈ 3 പേരെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഷീ പ്രൈസസ് സെവറൽ അതർ ഓതേഴ്സ് ഫോർ ദെയർ ഇന്നോവേഷൻ. എന്നാൽ തങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും വളരെ മികച്ചതാക്കി നോവലുകളെയും കഥകളെയും മാറ്റിയ എഴുത്തുകാരും ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നും വോൾഫ് പറയുന്നുണ്ട്. ദിസ് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് ഷീ നെയിം സ്പിരിച്വലിസ്റ്റ്. ഈ വിഭാഗം ആളുകളെ ഇദ്ദേഹം സ്പിരിച്വലിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ആത്മാവിന് വേണ്ടി വാദിക്കുന്നവർ അല്ലേ. നേരത്തെ എതിർത്തവരെ ഇവർ പറഞ്ഞത് മെറ്റീരിയലിസ്റ്റുകൾ എന്നാണ്, ഭൂമിയിലെ സൗന്ദര്യത്തെ മാത്രം വിവരിക്കുന്നവർ. എന്നാൽ അതിനേക്കാൾ മനോഹരമായി കാലത്തിനനുസരിച്ച് അതിൻ്റെ അതീതമായി എഴുതിയ ആളുകളെ ഇവർ വിളിക്കുന്നത് സ്പിരിച്വലിസ്റ്റുകൾ എന്നാണ്. അല്ലെ, ആത്മാവിന് വേണ്ടിയിട്ട്, അതായത് ശരീരത്തെയല്ല ആത്മാവിന് പ്രാധാന്യം നൽകുന്ന, മനസ്സിന് പ്രാധാന്യം നൽകുന്നവർ. And include James Joyce, who Woolf says writes what interest and move him. ഇനി അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ, അതായത് മനസ്സിന് വേണ്ടി എഴുതിയ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ ജെയിംസ് ജോയ്സി എന്നാണ് പറയുന്നത്. കാരണം വൂൾഫ് പറയുന്നത് ഷീ റൈറ്റ്സ് വാട്ട് ഇൻട്രസ്റ്റ് ആൻഡ് മൂവ് ഹിം. അതായത് എന്താണോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ളത്, തൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നത്, അതാണ് ഇവിടെ നമ്മുടെ ജെയിംസ് ജോയ്സി എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൂൾഫിന് വലിയ നല്ല വാക്കുകളാണ് ജെയിംസ് ജോയ്സിയെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിനോടൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളാണ് ജെയിംസ് ജോയ്സി. അതേ താല്പര്യങ്ങളോട് ഒപ്പം നിൽക്കുന്ന ആളാണ് വിർജീനിയ വൂൾഫും. അതായത് ഓരോ കഥാപാത്രങ്ങളും തങ്ങളുടെ മനസ്സിലെ സംഘർഷങ്ങൾ പുറത്ത് പറയുന്ന, അത് എഴുത്തിലൂടെ വരുന്ന രീതിയാണ് ഇത്തരത്തിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് എന്നൊക്കെ പറയുന്നത്. സോ ജെയിംസ് ജോയ്സിയെ വിർജീനിയ വൂൾഫിന് ആ ഒരു കാര്യം കൊണ്ടും എഴുത്തുകൊണ്ടും രീതി കൊണ്ടും ഫ്രീ ആയിട്ട് എഴുതുന്നു എന്നുള്ളത് കൊണ്ടും വളരെ വലിയ നല്ല മതിപ്പാണ് ഉള്ളത്. Mrs. Woolf make it clear that the objective of the writer in his or her creation is to look within and life as a whole. ഇനി വോൾഫ് പറയുന്നത് കൃത്യമായി അവതരിപ്പിക്കുന്നത് that the objective of the writer, ഒരു എഴുത്തുകാരൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈസ് ഇൻ ഹിസ് ഓർ ഹർ, അവരുടെയോ അവൻ്റെയോ അവളുടെയോ ക്രിയേഷൻ ഈസ് ടു, കൃത്യമായി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഈസ് ടു ലുക്ക് വിത്തിൻ, സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കുക എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ എന്തായിരിക്കുമെന്ന രീതിയിൽ തങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. ആൻഡ് ലൈഫ് ആസ് എ വോൾ, അതുപോലെ തന്നെ ജീവിതത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കുക. അതായത് ലൈഫുള്ള, കൃത്യമായി ജീവനുള്ള, നമ്മുടെ തന്നെ അംശങ്ങളുള്ള രീതിയിൽ എഴുതാനാണ് വൂൾഫ് പറയുന്നത്. ദ ട്രഡീഷണലിസം ഓർ മെറ്റീരിയലിസം ഡു നോട്ട് ക്യാപ്ചർ അറ്റ് ദാറ്റ് മൊമെൻറ്റ്. തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റിൽ ഈ ട്രഡീഷണലിസം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതായത് പാരമ്പര്യവാദികൾ അല്ലേ, കൃത്യമായി പണ്ടെങ്ങനെയായിരുന്നോ എന്നൊക്കെ വാദിച്ച് നടക്കുന്ന ആളുകൾ. അതുപോലെ മെറ്റീരിയലിസം, എന്താണോ പുറമേക്കുള്ള ഭംഗി, പുറമേക്ക് കാണാൻ എങ്ങനെയുണ്ട്, വസ്ത്രങ്ങൾ എങ്ങനെയുണ്ട്, ആ സ്ഥലം എങ്ങനെയുണ്ട്, അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ കാണുന്നതൊന്നും ഡു നോട്ട് ക്യാപ്ചർ അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ നിമിഷം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. അതായത് മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതാനാണ് വൂൾഫ് പറയുന്നത്. ദസ് ടു ട്രസ്റ്റ് അപ്പോൺ ലൈഫ്, ജീവിതത്തിൽ വിശ്വാസമുണ്ടാവുക. എ റൈറ്റർ ഈസ് ഫ്രീ, ഒരു എഴുത്തുകാരൻ ഫ്രീ ആയിരിക്കണം, സ്വതന്ത്രനായിരിക്കണം. ആൻഡ് ഹീ കുഡ് റൈറ്റ് വാട്ട് ഹീ ചൂസ്,
അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എഴുതാൻ കഴിയണം. അതിൽ വിശ്വസിക്കണം. മനസ്സിലെ ചിന്തകളെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കഥകൾ എഴുതണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ എഴുത്തുകാരൻ പുറത്തു വരികയുള്ളൂ എന്നാണ് വൂൾഫ് പറയുന്നത്. മിസ്റ്റർ ജെയിംസ് ജോയ്സി ഈസ് മോസ്റ്റ് നോട്ടബിൾ ഫ്രം ദാറ്റ് ഓഫ് ദെയർ പ്രെഡിസസേഴ്സ്. തൻ്റെ മുൻഗാമികളിൽ നിന്ന് ആ കാര്യത്തിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ആളാണ് ജെയിംസ് ജോയ്സി എന്നും ഇവർ പറയുന്നു. യങ് റൈറ്റേഴ്സ് വിത്തിൻ ഹി അറ്റംപ്റ്റ് ടു കം ക്ലോസർ ടു ലൈഫ് ആൻഡ് ടു പ്രിസർവ് മോർ സിൻസിയർലി ആൻഡ് എക്സാക്ട്ലി വാട്ട് ഇൻട്രസ്റ്റ് ആൻഡ് മൂവ്സ് ദം. ചെറുപ്പക്കാരായ എഴുത്തുകാരിലെ പ്രധാനിയായിട്ടുള്ള ജെയിംസ് ജോയ്സ് ചെയ്യുന്നതും ഇതേ കാര്യമാണ്. കൃത്യമായി എന്ത് ചെയ്യുന്നു? സിൻസിയർലി ആൻഡ് എക്സാക്ട്ലി, വളരെ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ കൃത്യമായി വിവരിക്കുകയാണ്. ഇഷ്ടങ്ങൾക്കനുസരിച്ച് എഴുതുകയാണ്. അതായത് ഇതുവരെ ആളുകൾ എങ്ങനെ എഴുതിയിരുന്നോ, കഥകൾ എങ്ങനെയായിരുന്നോ എന്നൊന്നുമല്ല നോക്കുന്നത്, തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുകയാണ് ഈ രീതികളെ മുഴുവൻ. And in doing so, they must discard most of conventions which are commonly observed by the novelist. അങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ശീലങ്ങളെയൊക്കെ നമുക്ക് പൊളിച്ച് എഴുതേണ്ടി വരും. നോവലുകളുടെ രീതികളെ പോലും മാറ്റേണ്ടി വരും. പക്ഷേ അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമാവണം എന്നാണ് വോൾഫ് ആഗ്രഹിക്കുന്നത്. ഷീ പ്രൈസസ് തോമസ് ഹാർഡി, ജോസഫ് കൊൺറാഡ്, വില്യം ഹെൻറി ഹഡ്സൺ, ജെയിംസ് ജോയ്സി ആൻഡ് ആൻറ്റോൺ ചെക്കോ. ഇത്തരത്തിൽ കൃത്യമായ സ്വന്തത്തെ, അവരുടെ മനസ്സിനെ കഥാപാത്രങ്ങളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന കുറച്ച് പേരെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞ് പ്രശംസിക്കുന്നുണ്ട് നമ്മുടെ വിർജീനിയ വൂൾഫ്. ആരുടെയൊക്കെ പേരാണ് ഈ എസ്സേയിൽ പറയുന്നത്? തോമസ് ഹാർഡി, ജോസഫ് കൊൺറാഡ്, വില്യം ഹെൻറി ഹഡ്സൺ, ജെയിംസ് ജോയ്സി ആൻഡ് ആൻറ്റോൺ ചെക്കോവ്. തൻ്റെ കാലത്തുള്ള ഈ എഴുത്തുകാരെയൊക്കെ വളരെ നല്ല രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ടാണ് എസ്സേ ഏകദേശം അവസാനത്തോട് അടുക്കുന്നത്. To sum up, Virginia Woolf observes that nothing, no method, unexperiment, even of the wildest is forbidden, but only falsity and pretense. ഇനി വിർജീനിയ വൂൾഫ് തൻ്റെ എസ്സേ അവസാനമായി ചുരുക്കുകയാണ്. വിർജീനിയ വൂൾഫ് ഒബ്സർവ്സ് ദാറ്റ്, കൃത്യമായി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നത്തിങ്, നോ മെത്തേഡ്, കൃത്യമായ ഒരു മെത്തേഡും രീതികളും പാലിക്കാത്ത. അൺഎക്സ്പെരിമെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത് എക്സ്പെരിമെൻറ്റിനോട് തീർച്ചയായിട്ടും താല്പര്യമുള്ളതെന്ന അർത്ഥത്തിലാണ് കേട്ടോ. എക്സ്പെരിമെൻറ്റുകൾ ഇല്ലാത്ത, അങ്ങനെ ഒന്നും വേണ്ട എന്നാണ്. ഈവൻ ഓഫ് ദ വൈൽഡസ്റ്റ് ഈസ് ഫോർബിഡൻ. എന്തില്ല? ഇവിടെ ഒന്നും എന്തല്ല? ഫോർബിഡൻ. ഒന്നിനും ഒരു തടസ്സവുമില്ല. അതായത് ഒരു പുതിയ മെത്തേഡ് കൊണ്ടുവരുന്നതിനോ ഒരു എക്സ്പെരിമെൻറ്റ് കൊണ്ടുവരുന്നതിനോ ഒന്നിനും ഇവിടെ എന്തില്ല? ഒന്നും തടസ്സമില്ല. ഒന്നിനെയും ഫോർബിഡൻ, തടഞ്ഞിട്ടില്ല. ബട്ട് ഓൺലി ഫാൾസിറ്റി ആൻഡ് പ്രിറ്റൻസ്. പക്ഷേ എന്തിന് മാത്രമേ ഉള്ളൂ ഇവിടെ തടവുള്ളത്, എതിർപ്പുള്ളത്? ഫാൾസിറ്റി, കളവ് അല്ലേ? കളവ് എന്ന് പറഞ്ഞാൽ നമ്മളതിന് കളങ്കം ചാർത്തുന്ന രീതിയിൽ നമ്മൾ പല രീതിയിലുള്ള മോശമായിട്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ രീതികളൊക്കെ ഉപയോഗിക്കുന്നതിനാണ്. ആൻഡ് പ്രിറ്റൻസ് എന്ന് പറഞ്ഞാലും കപടത, വ്യാജമായത് എന്നുള്ളതാണ്. അതായത് മനസ്സിനെ നിങ്ങൾ ഇത്തരത്തിൽ ഉള്ളിലെ കളവുകൾ പുറത്തു വരിക, സത്യസന്ധമായിട്ടല്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ള, കപടമായിട്ടുള്ള അത്തരത്തിൽ മനസ്സിൻ്റെ യഥാർത്ഥ ഉള്ളറകളെ കാണിക്കാതെ ഇത്തരത്തിൽ ഫാൾസിറ്റിയും പ്രിറ്റൻസും ഉപയോഗിച്ച് അത് മാത്രമേ ഇവിടെ എതിർക്കപ്പെടുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ തുറന്നെഴുതുന്നതാണെങ്കിൽ ഇവിടെ ഒരു മെത്തേഡിനും ആവശ്യമില്ല, പരീക്ഷണങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദ പ്രോപ്പർ സ്റ്റഫ് ഓഫ് ഫിക്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഏറ്റവും പ്രധാനമായിട്ട് ഇവർ പറയുന്ന കാര്യമാണ്, എങ്ങനെയാണ് ഒരു ഫിക്ഷൻ കൃത്യമായി എഴുതേണ്ടത് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല. കാരണം ദ പ്രോപ്പർ സ്റ്റഫ് ഓഫ് ഫിക്ഷൻ, യഥാർത്ഥ ഫിക്ഷൻ ഇങ്ങനെയായിരിക്കണം എന്നൊരു സ്റ്റഫ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെയൊന്ന് നിലവിലില്ല. എവറിത്തിങ് ഈസ് ദ പ്രോപ്പർ സ്റ്റഫ് ഓഫ് ഫിക്ഷൻ. ഒരു കഥയ്ക്ക്, ഫിക്ഷൻ എന്ന് പറയുന്നതിന് ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു കഥയാണ്. ഒരു കഥയ്ക്ക് എന്തില്ല? പ്രോപ്പർ സ്റ്റഫില്ല, കൃത്യമായ ഒരു രൂപമില്ല, രീതിയില്ല. എവറി ഫീലിംഗ്, ഏതൊരു ഫീലിങ്ങും അതിൽ ഉൾപ്പെടാം. എവറി തോട്ട്, ഏതൊരു ചിന്തയും അതിൽ ഉൾപ്പെടാം. എവറി ക്വാളിറ്റി ഓഫ് ബ്രെയിൻ, നമ്മുടെ ബ്രെയിനിൻ്റെ ഏത് രീതികളെയും അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ആൻഡ് സ്പിരിറ്റ് ഇറ്റ് ഡ്രോൺ അപ്പ്, ഏത് ആത്മാവിനെയും അത് ഉൾക്കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന രീതി എന്ന് പറഞ്ഞ് നമുക്കിതിനെ ചെറുതാക്കി ചുരുക്കി കാണാൻ കഴിയില്ല. വിശാലമായ ഒരിടമാണ് ഫിക്ഷൻ എന്നാണ് വിർജീനിയ വൂൾഫ് പറയുന്നത്. Though the novels of Virginia Woolf have well-knit plot,
perfect structure and coherence, unlike most of the modern psychological novelists, belongs to the stream of consciousness. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതെല്ലാം പറയുക മാത്രമല്ല തൻ്റെ നോവലിലൂടെ പ്രാവർത്തികമാക്കുക കൂടി ചെയ്ത ആളാണ് വിർജീനിയ വൂൾഫ്. ഒരു സാഹിത്യ വിമർശക മാത്രമല്ല, നോവലിസ്റ്റ് കൂടിയാണ് വിർജീനിയ വൂൾഫ്. അവരുടെ കഥകളിൽ ഇതേ രീതി, ഇത്രയും നേരം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഉദാഹരണങ്ങളും അവർ ഈ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നുണ്ട്. അവരുപയോഗിച്ച ആ ടെക്നിക്കാണ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക്. നമ്മുടെ ഓരോ കഥാപാത്രങ്ങളുടെയും ഉള്ളുകളിലേക്ക് കയറി ചെന്ന് അവരുടെ കാര്യങ്ങൾ പറയുക. She strongly and significantly points out the modern novel can grow only if a novelist is free from convention to write from his or her own vision of life. ഇനി ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ പറഞ്ഞ് ഇവിടെ എസ്സേ അവസാനിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? നോവലിന് വളരാൻ കഴിയുക എപ്പോൾ മാത്രമാണ്? only if നോവലിസ്റ്റ് ഈസ് ഫ്രീ, എഴുത്തുകാരൻ സ്വതന്ത്രനാവുമ്പോൾ മാത്രമാണ്. ഫ്രം കൺവെൻഷൻസ് ടു റൈറ്റ് ഫ്രം ഹിസ് ഓർ ഹെർ ഓൺ വിഷൻ ഓഫ് ലൈഫ്. ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതണമെന്ന് പറയുന്ന പാരമ്പര്യ രീതികളിൽ നിന്ന് അവൻ ഫ്രീ ആകുമ്പോൾ മാത്രമാണ് നല്ല നോവലുകൾ പിറക്കുന്നത്. ആൻഡ് കീപ്സ് ഇൻ ദ വ്യൂ ദ ചേഞ്ചിങ് കോൺസെപ്റ്റ് ഓഫ് ലൈഫ് as revealed by modern psychology and such other scientific discoveries about the working of human mind or consciousness. And view the changing concept. നമ്മൾ കാലങ്ങൾ മാറുന്നുണ്ട്, ലോകം മാറുകയാണ്, ആളുകളും മാറുകയാണ്. അതുകൊണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ട് ചിന്തിക്കുന്ന ഒരു ബുദ്ധിക്ക് മാത്രമേ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. സോ ഇപ്പോൾ ലോകം തന്നെ തുറന്നു വരുന്നത്, അതായത് പഠനങ്ങൾ തെളിയിക്കുന്നത്, സൈക്കോളജി, മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ബോധ്യങ്ങൾ, സയൻറ്റിഫിക് ഡിസ്കവറീസ്, ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലേ. പണ്ട് വിചാരിച്ച പലതുമല്ല ശരിയെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സോ ഇത്തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെയും ബോധത്തെയും എല്ലാത്തിനെയും മാറിമറിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത, ആ ഒരു ബോധ്യം ഏതൊരു എഴുത്തുകാരനും ഉണ്ടാവണം. അങ്ങനെ ഫ്രീ ആയി അവന് എഴുതാൻ കഴിയണം, അല്ലെങ്കിൽ അവൾക്ക് എഴുതാൻ കഴിയണം. എങ്കിൽ മാത്രമേ കൃത്യമായ നമ്മുടെ നോവലിന്, അല്ലെങ്കിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ഫിക്ഷന് വളരാൻ, മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഡേൺ ഫിക്ഷൻ എന്ന് പറയുന്ന ഈ എസ്സേ വിർജീനിയ വൂൾഫ് അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ് വിർജീനിയ വൂൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ എന്ന ഈ എസ്സേ പിന്നീട് വന്ന എഴുത്തുകാർക്ക് ഒരു വഴികാട്ടിയായി മാറിയത് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.